ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന വാർത്തകൾ. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്, നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പോലീസ്. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ 50 മരണം കടന്നു, 25 പേരെ കാണാതായി. മധ്യപ്രദേശിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിയെ വെടിവെച്ച് വീഴ്ത്തി പോലീസ്. യുദ്ധം മൂലം ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കായി 1 കോടി ഭക്ഷണം എത്തിക്കുന്ന ക്യാമ്പയിനുമായി സഹകരിക്കണമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഇനി വാർത്തകൾ വിശദമായി. ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി ഇന്നും സന്നിധാനത്ത് ഭക്തരുടെ നീണ്ട നിരയാണുള്ളത്. അതേസമയം കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണം കടുപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. വെർച്വൽ ബുക്കിംഗ് രേഖകളില്ലാത്തവരെ പമ്പയിൽ നിന്ന് കടത്തിവിടില്ല. ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും ഭക്തരുടെ നീണ്ട നിര തന്നെയാണുള്ളത്. നിലവിൽ സന്നിധാനത്ത് എല്ലാ കാര്യങ്ങളും പോലീസിന്റെയും ദേവസ്വത്തിന്റെയും അണ്ടറിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രവുമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചില നിർദ്ദേശങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. തുടക്ക സമയത്തുണ്ടായിരുന്ന അസാധാരണമായ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ വെർച്വൽ ക്യൂ, അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ ഇളവുകൾ കൊണ്ടുവന്നിരുന്നു. 7000 വെർച്വൽ ക്യൂ അനുവദിച്ചിട്ടുള്ളത്. എങ്കിലും അതേ സമയത്ത് തന്നെ എത്താത്ത ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ എത്തിയിട്ടുണ്ട്. അവരെ പിന്നീട് സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിലാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത്. സമയത്ത് തന്നെ എത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് വീണ്ടും സന്നിധാനത്തേക്ക് കയറുവാനുള്ള നിബന്ധനകൾ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്പോട്ട് ബുക്കിംഗ് 5000 തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. അതിലും നിലവിൽ വലിയൊരു മാറ്റങ്ങളോ ഇളവുകളോ ഒന്നും തന്നെ നിലവിൽ കൊണ്ടുവന്നിട്ടില്ല. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ മരണം 50 കടന്നു, 25 പേരെ കാണാതായി. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേകം ഹോട്ട്ലൈൻ നമ്പറുകളും പുറത്തിറക്കിയിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലനിൽക്കുന്നത്. ഏറ്റവും ശക്തമായ മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും ഒക്കെ വിവരങ്ങളാണ് ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ഏകദേശം 48 മണിക്കൂറായി അതിശക്തമായ മഴയാണ് ശ്രീലങ്കയിലെ എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മരണസംഖ്യ 56 ആണ്. 25 പേരെ കാണാതായിട്ടുണ്ട്. ശക്തമായ മഴയോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ കൂടി ഉള്ളതാണ് ഈ പ്രദേശത്ത് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നത്. ശക്തമായ മഴയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ വളരെ ദയനീയമായതാണ്. അവിടെ രാജ്യവ്യാപകമായി എല്ലാ ട്രെയിനുകളും ഇന്നലെ രാത്രിയോടെ തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം രാജ്യത്തിന്റെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ സ്കൂളുകൾക്കും, ഇന്റർനാഷണൽ സ്കൂളുകൾ അടക്കം അടച്ചിടാനാണ് നിർദ്ദേശം. അതോടൊപ്പം കൊളംബിയയിൽ വിമാനം ഇറങ്ങുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായതിനാൽ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു നാശത്തിന്റെ വക്കിൽ തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്ക ഉള്ളത്. മധ്യപ്രദേശിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതിയെ വെടിവെച്ച് വീഴ്ത്തി പോലീസ്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി സൽമാന് കാലിന് വെടിയേറ്റത്. നവംബർ 21-നാണ് ഈ പെൺകുട്ടിയെ സൽമാൻ ബലാത്സംഗം ചെയ്യുന്നത്. കുട്ടി വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഠായി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തത്. അതിനുശേഷം സൽമാൻ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയാണ് സൽമാനെ പോലീസ് ഗാന്ധിനഗറിൽ നിന്ന് പിടികൂടിയത്. പോലീസ് സൽമാനുമായി വരുന്ന വഴിയിൽ വാഹനം പഞ്ചറായി മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടയിലാണ് സൽമാൻ രക്ഷപ്പെടാനായി നോക്കിയത്. സൽമാൻ പോലീസിൽ നിന്നും തോക്ക് പിടിച്ചെടുത്ത് പോലീസിനെതിരെ തന്നെ വെടിയുയർത്തുകയായിരുന്നു. തുടർന്ന് ഉള്ള ഏറ്റുമുട്ടലിലാണ് സൽമാന്റെ കാലിന് വെടിയേറ്റത്. മാത്രവുമല്ല, ഇതിൽ മറ്റൊരു പോലീസുകാരനും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ സൽമാൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. യുദ്ധം മൂലം ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കായി 1 കോടി ഭക്ഷണം എത്തിക്കുന്ന ക്യാമ്പയിനുമായി സഹകരിക്കണമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. സംഘർഷ പ്രദേശത്ത് ഭക്ഷ്യക്ഷാമം ലഘൂകരിക്കാനും കുട്ടികൾക്കും ദുരിതബാധിതർക്കും ഭക്ഷണം ഉറപ്പുവരുത്താനുമാണ് ഈ ലക്ഷ്യം. യുദ്ധം മൂലം ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്ക് 1 കോടി ഭക്ഷണം എത്തിക്കുന്ന ക്യാമ്പയിനുമായി സഹകരിക്കണമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭ്യർത്ഥിച്ചു.
ഇത് സംബന്ധിച്ച് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ ആരംഭിച്ചു. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ. ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.